நமது ஜெபம் டிவியில் உயிருள்ள கிறிஸ்துவை வெளிப்படுத்துதல். இந்த உலகத்திலே மரித்த ஒன்றை மறுபடியும் பிழைப்பித்து திருப்பி கொண்டு வர முடிவதில்லை. இந்த உலகத்தினுடைய பிரத்யேகமான காரியம் இந்த இடத்தில் உருவாக்குதல் உண்டாகலாம், ஆனா புதிதான ஒரு சிருஷ்டிப்பு வருவதில்லை. ஹalleluya. உலகத்தில் ஜீவன் உள்ள ஒன்றை ஜீவன் இல்லாததாக மாற்ற முடியும், ஆனால் ஜீவன் இல்லாத ஒன்றை ஜீவன் உள்ளதாக மாற்ற முடிவதில்லை. Christ Generation Ministries presents Revealing the Living Christ every Saturday at 8 p.m. Don't miss it on Jebam TV. ആമേൻ. കർത്താവ് ആ അപ്പത്തെ എടുത്ത് കർത്തർ அந்த அப்பத்தை എടുത്ത് അതിനെ വാഴ്ത്തിയിട്ട് ശിഷ്യന്മാരുടെ കരത്തിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിനെ ആമേൻ മറ്റുള്ളവർക്ക് സെർവ് ചെയ്ത് കൊടുക്കുക. ആമേൻ, ഹല്ലേലൂയ. ஆனால் இயேசுவானவர் அது பரலோகத்துக்கு எடுத்து ஸ்தோத்திரம் செலுத்தி இப்ப சீஷர்கள் கையில கொடுத்து சொல்றாங்க, நீங்களே இத சர்வ் பண்ணுங்க. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ലോകപ്രകാരം അവരെ എത്ര അതിനെ സെർവ് ചെയ്താലും എത്ര പിടിച്ച് സെർവ് ചെയ്താലും 10 പേരുടെ അടുത്തെത്തുമ്പോൾ ആ 5 അപ്പം മുഴുവൻ തീർന്നു പോകാൻ തുടങ്ങും. உலக பிரகாரமாக எவ்வளவுதான் மிச்சப்படுத்தி அமேன் அவங்களுக்கு கொடுக்க ஆரம்பித்தாலும் 10வது நபருடைய பக்கத்துல வரும்போது அந்த 5 அப்பம் முடிந்து போயிடும். അതിൽ കൂടുതൽ ആൾക്കാർക്ക് അത് എങ്ങനെ നോക്കിയാലും അതിൽ കൂടുതൽ ആൾക്കാരുടെ കരത്തിൽ അത് എത്തിക്കാൻ പറ്റത്തില്ല. അമേൻ. അതുക്ക് മേற்பട്ട ജനങ്ങൾക്ക് അമേൻ കരത്തിലെ അമേൻ അത് എത്ത വയ്ക്കാൻ முடிவதில்லை. എന്നാൽ അവിടുത്തെ അത്ഭുതങ്ങൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ പറയുന്നു, ஆனால் அங்கே அற்புதங்கள் எழுதின இடத்தில் இப்படி சொல்கிறது, 5000-ഓളം പുരുഷന്മാർ തിന്ന് തൃപ്തരായിട്ട്. അമേൻ. 5000க்கும் മേற்பട്ട പുരുഷர்கள் അമേൻ അവர்கள் புசித்து திருப்தியாகி. അല്പം ലഭിച്ചെന്നല്ല പറയുന്നത്, അമേൻ கொஞ்சம் கொஞ்சம் கிடைத்தது என்று சொல்லவில்லை. ഓരോരുത്തർക്ക് കുറച്ച് ലഭിച്ചെന്നല്ല പറയുന്നത്, ஒவ்வொரு நபர்களுக்கும் கொஞ்சமாக கிடைத்தது என்று சொல்லவில்லை. 5000-ഓളം ആളുകളും ഭക്ഷിച്ച് അവർക്ക് തൃപ്തി വന്നു. അമേൻ. 5000க்கும் മേற்பട്ട പുരുഷர்களுം അവർക്ക് புசித்தவர்களுக்கு திருப்தி வந்தது. അവർക്ക് തൃപ്തി വന്നിട്ട് വീണ്ടും 12 കുട്ടകൾ അവിടെ മിച്ചം വന്നു. അമേൻ. തൃപ്തി വന്നു പിന്നെയും 12 കൂടകൾ മീതി വന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തൃപ്തിപ്പെടുത്തുക മാത്രമല്ല കർത്താവ് ചെയ്തേ, അപ്പോ തൃപ്തിപ്പെടുത്തുക മറ്റുമല്ല കർത്താവ് ചെയ്തത്. തൃപ്തി വന്നതിന് ശേഷം പിന്നെ കഴിക്കാൻ പറ്റാഞ്ഞിട്ട് വീണ്ടും ബാലൻസ് വരുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന കർത്താവ്. അമേൻ. തൃപ്തി അടൈந்த പിന്നെയും പുസിക്ക முடியாத அளவுக்கு മിച്ചത്തെ എടുക്കற കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ സിസ്റ്റം നോക്കിയാൽ, അമേൻ, இந்த ഉലകത്തിന്റെ സിസ്റ്റം பார்த்தாൽ അവിടെ ആമേൻ ഒരാൾക്ക് അല്പമെങ്കിലും പോലും അത് തികയത്തില്ല. ഒരാൾക്ക് കൊഞ്ചം കൂടെ പറ്റുവതില്ല. 10 പേർക്ക് പോലും അത് തൃപ്തിയോടെ കഴിക്കാൻ പറ്റത്തില്ല. 10 നബറുകൾക്ക് കൂടെ തൃപ്തിയാ സാപ്പിட முடியாது. എന്നാൽ കർത്താവ് ഈ ലോകത്തിന്റെ സിസ്റ്റം അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. ஆனால் கர்த்தர் இந்த உலகத்தினுடைய ஒரு வழக்க பிரகாரமாக அல்ல கிரியை செய்வது. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ഈ ഒരു റിലം നമ്മൾ തുറക്കാൻ പോകുകയാ. ആമേൻ. இந்த பிற்பகல் இங்க ஆவிக்குரிய மண்டலம் திறக்க போகிறது. ഈ ലോകത്തിന്റെ സിസ്റ്റം അനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ല. ആമേൻ. இந்த உலகத்தினுடைய സിസ്റ്റം പ്രകാരமாக ആമേൻ செயல்படுகிறவர். സ്വർഗ്ഗത്തിന്റെ മഹത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു റിലം ക്രൈസ്റ്റ് ജനറേഷൻ അകത്ത് ഇന്ന് പകൽ തുറക്കപ്പെടാൻ പോകുകയാ. പരലോകത്തിനുடைய മഹിமை கேட்டபடியாக ஆமென் செயல்படுகிற ஒரு ஆவிக்குரிய மண்டலம் இந்த பிற்பகல் கிரைஸ்ட் ஜெனரேஷனுக்குள்ள திறக்க போகுது. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് ഇതാ. ஆமென். கர்த்தர் நமக்கு இன்ட்ரோ듀ce பண்ணி தந்தது இதுதான். ഒരു സാധാരണ അത്ഭുതം മാത്രമല്ല കാണിച്ചത് അവിടെ. ஆமென். യേശുവാനവർ ഒരു സാധാരണ അത്ഭുതത്തെ மட்டுമല്ല அந்த இடத்தில் യേശു താൻ വലിയവനാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു അത്ഭുതം കാണിച്ചു തരികയല്ല. യേശു താൻ பெரியவர் என்று காட்டும்படியாக அந்த இடத்தில் ஒரு அற்புதத்தை செய்யவில்லை. കർത്താവ് ഒരു സിസ്റ്റത്തെ, ഒരു റിലത്തെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരികയാണ്. அந்த இடத்தில் புதியதான ஒரு ஆவிக்குரிய மண்டலத்தை கர்த்தர் திறந்து தருகிறார். ഒരു റിലത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക മാത്രമല്ല, ആമേൻ, ഒരു ആവിക്കുரிய മണ്ഡലത്തെ ആമേൻ തുവക്കുவது மட்டுமല്ല, ഒരു റിലത്തെ കുറിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക മാത്രമല്ല, ആമേൻ, ഒരു ആവിക്കുரிய മണ്ഡലത്തെ കുറിച്ച് அந்த இடத்தில் ആമേൻ നമുക്ക് വിളക്കം பண்ணுவது மட்டுமല്ല, ഒരു റിലത്തിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആമേൻ, ഒരു ആവിക്കുரிய മണ്ഡലத்துக்கு നേരാக നമ്മை வரவேற்கிறார். ഇന്ന് ആത്മാവിൽ ഞാൻ ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. ഇന്നേക്ക് ആവിയിലെ ഒരു வரவேற்பு உங்களுக்கு தருகிறோம். ആമേൻ. ഇന്ന് ആത്മാവിൽ ഒരു ഇൻവിറ്റേഷൻ ഞാൻ നിങ്ങളുടെ കരത്തിലേക്ക് അയക്കാൻ പോകുകയാണ്. இந்த பிற்பகல் ஆவியிலே ஒரு இன்விடேஷன், ஒரு வரவழைப்பு ആമേൻ உங்களுக்கு நாங்கள் നിങ്ങൾ தருகிறோம். കണ്ടിട്ടില്ലാത്ത ഒരു രാജ്യം നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിടപ്പുണ്ട്. ആമേൻ. நீங்கள் കാണാததான ഒരു രാജ്യം உங்களுக்கு മുൻപதாக திறந்திருக்கிறது. ആ രാജ്യത്തിന്റെ ഒരു ദൂതനല്ല നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ തരുന്നത്. அந்த രാജ്യത്തിനുடைய ഒരു ദൂതനാനവൻ അല്ല உங்களுக்கு ഒരു ആമേൻ അழைപ്പ് തരുന്നത്. ആ രാജ്യത്തിന്റെ പ്രഭു ആ റിലത്തിലേക്ക്, ആ കിങ്ഡത്തിലേക്ക് ഇന്ന് പകൽ നിങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ തരികയാണ്. அந்த ராஜ்யத்தினுடைய ஆமென் ராஜா ஆமென் ஆளுபவர் உங்களுக்கு ஆமென் இன்றைக்கு ஒரு அழைப்பை தருகிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു റിലത്തെ കുറിച്ച്, ആമേൻ, நீங்க கண்டிട്ടില്ലാததான ஒரு ஆவிக்குரிய மண்டலத்தை നിങ്ങൾ குறித்து, അനുഭവിച്ചിട്ടില്ലാത്ത ഒരു റിലത്തെ കുറിച്ച്, ஆமென், நீங்கள் அனுபவித்திடாததான
ஒரு ஆவிக்குரிய மண்டலத்தை ഇതുവരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ലെവലിനെ കുറിച്ച്. ஆமென். உங்களுக்கு இதுவரைக்கும் எக்ஸ்பீரியன்ஸ் இல்லாததான ஒரு லெவலை குறித்து. ഹല്ലേലൂയ. ஹalleluya. ആമേൻ. അവിടെ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച് കർത്താവ് ഞാൻ വലിയവനാണ്, എന്റെ അടുത്ത് വന്നാൽ നടക്കുമെന്ന് പറഞ്ഞ് ഒരു അത്ഭുതം കാണിച്ചിട്ട് പോകുകയല്ല. ஆமென். அங்க 5 அப்பம் வைத்து 5000க்கும் மேற்பட்ட புருஷர்களை திருப்திப்படுத்தி நாம் பெரிய ஆளு என்கிட்ட வந்தா இதெல்லாம் நடக்கும் அப்படின்னு சொல்லி ஆமென் அங்க அப்படி முடிப்பதற்காக அல்ல. അവിടെ കൊണ്ട് ആ അത്ഭുതത്തെ കർത്താവ് സ്റ്റോപ്പ് ചെയ്യുകയല്ല. ஆமென். அங்கே வைத்து அந்த அற்புதத்தை அவர் முடித்து விடவில்லை. അടുത്തത് 4 അപ്പം കൊണ്ട് 7000 പേരെ പോഷിപ്പിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ஆமென். அதற்கு பிறகாக 4 அப்பத்தை வைத்து 7000 நபர்களே ஆமென் திருப்திப்படுத்துவதை பார்க்கிறோம். ഈ റിലത്തിനകത്ത് ഇത് എപ്പോഴും നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന്. ஆமென். அப்படின்னு சொன்னால் இந்த ஆவிக்குரிய மண்டலத்தில் ஆமென் இது ஒரு தடவை அல்ல, இது நிரந்தரமாக நடக்கக்கூடியதான ஒரு செயல் என்பதை காண்பிக்கிறது. ഹല്ലേലൂയ. നമ്മൾ ആയിരിക്കുന്ന ഈ വേൾഡ് റിലത്തിനകത്ത് ஆமென் நம்ம இருக்கிற இந்த இம்மைக்குரியதான ஆமென் இந்த கட்டுப்பாட்டுக்குள்ள വിസിബിൾ വേൾഡിനകത്ത് ஆமென் இந்த கண்களால் பார்க்கிற இந்த உலகத்துக்குள்ள കാണുന്ന ഈ ലോകത്തിനകത്ത് ஆமென் கண்களினால் காண்கிற இந்த உலகத்திலே ഒരു ലോ ഉണ്ട്, ഒരു നിയമമുണ്ട്. ஒரு நியமம் இருக்கிறது. ആമേൻ. ഇതിനകത്ത് ഒരു നിയമമുണ്ട്. ஆமென் இங்கே ஆமென் சில நியமங்கள் இருக்கிறது. ഇതിനകത്ത് അമാനുഷികമായ ഒരു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കത്തില്ല. இந்த இடத்தில் மனுஷனுக்கு அப்பாற்பட்டதான காரியங்களை செய்ய முடியாது. ഇതിനകത്ത് ആമേൻ അപ്പത്തെ വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. இதுக்குள்ள அப்பத்தை இருக்கிறதா கொடுக்க முடியுமே ஒழிய பெருகப்பட முடியாது. ഇതിനകത്ത് ജീവനില്ലാത്ത ഒന്നിനും വളർച്ച ഉണ്ടാകത്തില്ല. இங்கே ஜீவன் இல்லாத ஒன்றுக்கு ஒரு வளர்ச்சி வருவதில்லை. ഈ വേൾഡിനകത്ത് മരിച്ചതിനെ വീണ്ടും ജീവനിലേക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റത്തില്ല. இந்த உலகத்திலே மரித்த ஒன்றை மறுபடியும் பிழைப்பித்து திருப்பி கொண்டு வர முடிவதில்லை. ഈ റിലത്തിനകത്ത് ഇല്ലാത്തതൊന്നിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ஆமென். இந்த உலகத்தில் சாதாரண உலகத்தில் இல்லாதது ஒன்றை திருப்பி ஆமென் உருவாக்க முடிவதில்லை. ഇവിടെ നിർമ്മിക്കുവാനായിട്ട് സാധിക്കും. ஆமென் இங்க இருக்கிறத வச்சு manufacturing பண்ண முடியும். റിലത്തിന്റെ പ്രത്യേക ഇവിടെ പ്രൊഡക്ഷൻ സംഭവിക്കും, പക്ഷേ ക്രിയേഷൻ നടക്കത്തില്ല. ஆமென் இந்த உலகத்துடைய பிரத்யேகமான காரியம் இந்த இடத்தில் உருவாக்குதல் உண்டாகலாம், ஆனா புதிதான ஒரு சிருஷ்டிப்பு வருவதில்லை. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഈ റിലത്തിനകത്ത് ഒന്നിന്റെ ജീവൻ ഇല്ലാതാക്കാൻ വേണം സാധിക്കും, പക്ഷേ ജീവൻ ഇല്ലാത്തത് ഒന്നിനെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കത്തില്ല. உலகத்தில் ஜீவன் உள்ள ஒன்றை ஜீவன் இல்லாததாக மாற்ற முடியும், ஆனால் ஜீவன் இல்லாத ஒன்றை ஜீவன் உள்ளதாக மாற்ற முடிவதில்லை. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ജീവൻ ഉള്ളതിനെ വളർത്താൻ സാധിക്കും, പക്ഷെ ജീവൻ ഇല്ലാത്തതിനെ വർദ്ധിപ്പിക്കുവാൻ ഇവിടെ സാധിക്കത്തില്ല. ஆமென் இங்கே ஜீவன் உள்ள ஒன்றை வளர வைக்க முடியும், ஆனால் ஜீவன் இல்லாத ஒன்றை பெருக வைக்க இந்த உலகத்துக்கு முடிவதில்லை. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ഈ അത്ഭുതം ചെയ്തപ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അതിശയിക്കാൻ തുടങ്ങി, അത്ഭുതപ്പെടുവാൻ തുടങ്ങി. ஆமென். கர்த்தராகிய இயேசுவானவர் இந்த அற்புதம் செய்தபோது சீஷர்கள் எல்லாம் வியந்து போக ஆரம்பித்தார். ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കർത്താവ് അത് അതിശയിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല, ഒരു ഇൻവിറ്റേഷൻ തരാൻ വേണ്ടി കർത്താവ് അത് ചെയ്തതാ. ஆமென். கர்த்தர் அதை நாம் அற்புதப்படும்படியாக செய்ததல்ல, ஒரு அழைப்பு நமக்கு தரும்படியாக அவர் செய்தது. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ അതിനെ ഡിക്ലെയർ ചെയ്യുകയാണ്. ஆமென். இந்த பிற்பகல் பரிசுத்த ஆவியானவரால் நான் அதை அறிக்கை பண்ணுகிறேன். ഹല്ലേലൂയ. ஹalleluya. ആമേൻ. ഇവിടെ പ്രൊഡക്ഷൻ മാത്രമേ നടക്കത്തുള്ളൂ, ക്രിയേഷൻ നടക്കത്തില്ല. ஆமென். இந்த இடத்தில் ஆமென் உற்பத்திக்கிறது மட்டும்தான் நடக்கும். ஆமென் உருவாக்குதல் சிருஷ்டிப்பு நடப்பதில்லை. എന്നാൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലത്തിലേക്ക്, ഒരു ഹെവൻലി റിലത്തിലേക്ക്, ഒരു കിങ്ഡം റിലത്തിലേക്ക് ആരെയൊക്കെയോ ഇൻവിറ്റേഷൻ കൊടുത്ത് കർത്താവ് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ஆனால் சிருஷ்டிக்க முடிகிற ஒரு ஆவிக்குரிய மண்டலத்துக்கு நேராக இந்த பிற்பகல் சில அழைப்புகளை தந்து கர்த்தர் உங்களை வரவேற்கிறார். ഇത് ഇന്ന് പ്രാപിക്കാൻ റെഡി ആയിട്ടുള്ളവർ മാത്രം ഒന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിയാട്ടെ. ஆமென். இதை பிற்பகல் பெற்றுக்கொள்ள ஆயத்தமா இருக்கிறவர்கள் மட்டும் ஸ்தோத்திரம் செலுத்த ஆரம்பிங்க. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അതിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കീയ ഇന്ന് പകൽ കർത്താവ് നിങ്ങളുടെ കരത്തിൽ തരുന്നത്. அதுக்குள் பிரவேசிக்கும்படியான ஒரு திறவுகோல் தான் ஆமென் இந்த நாள் உங்களுடைய கரத்தில் கர்த்தர் தருவது. ആ റിലത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങളെ കൊണ്ടുവരാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല. ஆமென். இந்த மகிமை மண்டலத்துக்கு உங்களை பிரவேசிப்பிக்க கொண்டு வர ஒரு மனுஷனால முடிவதில்லை. ആമേൻ. അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ടുള്ള കീയ പത്രോസ് പറഞ്ഞത്, ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇത് സംഭവിച്ചിരിക്കുന്നു. ஆமென். இதுக்கு கொண்டு வரத்தக்கதான ஒரு கீ, ஒரு திறவுகோல் தான் பேதுரு சொல்கிறது. ஆமென். பிதாவாகிய தேவன் உயிரோடு எழுப்பினதான நசரேயனாகிய இயேசு கிறிஸ்துவினுடைய நாமம், அந்த நாமத்தில் தான் இந்த அற்புதம். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. കീ കർത്താവായ യേശു ക്രിസ്തു ആണെങ്കിൽ, ஆமென், அந்த கீ, அந்த சாவி அது கர்த்தராகிய இயேசு என்றால், ആമേൻ, ഞാൻ ഇന്ന് പകൽ ഒന്നും കൂടെ ഡിക്ലെയർ ചെയ്യുന്നു, അതിന്റെ വാതിലും അതൊരു മെറ്റീരിയൽ അല്ല, ആ റിലത്തിലേക്കുള്ള വാതിലും കർത്താവായ യേശു ക്രിസ്തു അത്രേ. ஆமென். அப்படின்னு சொன்னால் இந்த பிற்பகல் ஒரு விஷயத்தை கூட
கூட சொல்கிறோம் அந்த ஆவிக்குரிய மண்டலத்துக்கான வாசல் அதுவும் ஒரு இம்மைக்குரியதான பொருளால் செய்ததல்ல, அதுவும் கர்த்தராகிய இயேசுவானவர். ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലാണെങ്കിൽ അവൻ ന്യൂ ക്രിയേഷൻ എന്ന പുതു സൃഷ്ടി എന്ന് വചനം പറയുന്നു. ആമേൻ. ഒരുവൻ ക്രിസ്തുവുക്കുள் എന്ന് சொன்னால் അവൻ ഒരു പുതു സൃഷ്ടി എന്ന് വാർത്ത சொல்கிறது. നിങ്ങൾ ഒരുവൻ ക്രിസ്തുവിലേക്ക് പ്രവേശിച്ചാൽ, ആമേൻ, ഒരുവൻ ക്രിസ്തുവുക്കുள் പ്രവേശിച്ചാൽ, ഓ ഇൻ ക്രൈസ്റ്റിലേക്ക് നിങ്ങൾ വന്നാൽ, ആമേൻ, ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവുക്കുள் നിങ്ങൾ വന്നാൽ, ഓ നിങ്ങൾ അടുത്തൊരു റിലത്തിലേക്ക് എൻ്റർ ആയി അതിന്റെ അർത്ഥം. ആമേൻ, നീங்க ഒരു വേറെ ആവിക്കുரிய മണ്ഡലത്തുക്കുள் പ്രവേശിച്ചിരിക്കீங்க എന്ന് சொல்றതാണ് അർത്ഥം. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിലേക്ക് വന്നാൽ ആ ക്രിസ്തു എന്ന സ്ട്രക്ചറിനകത്ത് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ അകത്തേക്ക് നിങ്ങൾ പ്രവേശിച്ചു എന്നല്ല. ആമേൻ. நீங்க கிறிஸ்துவுக்குள் வந்தீர்கள் என்று சொன்னால் கிறிஸ்து എന്നതാണ് ഒരു മനുഷ്യനുക്കുള്ള വந்தீங்க அப்படின்னு சொல்லிയല്ല. ആമേൻ. ഒരു വേൾഡിലേക്ക്, കിങ്ഡം ഓഫ് ഗോഡിലേക്ക്, ആമേൻ, ക്രിസ്തുവാകുന്ന കിങ്ഡത്തിലേക്ക് നിങ്ങൾ എൻ്റർ ആയി എന്ന അതിന്റെ അർത്ഥം. ഓ ക്രിസ്തു എന്നതാണ് ഒരു ദൈവ രാജ്യത്തുക്കുள், ക്രിസ്തു എന്നതാണ് ഒരു രാജ്യത്തുക്കുள் നിങ്ങൾ പ്രവേശിച്ചിരിക്കீங்க എന്ന് சொல்லி. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാൻ സുവിശേഷത്തിനകത്ത് യേശു പറഞ്ഞേ, അതിനാൽ தான் யோவானின் സുവിശേഷത്തിൽ യേശു சொல்கிறார், ഞാൻ വാതിലാകുന്നു, I am the door. ഓ നാനേ വാസലായി இருக்கிறேன். എന്റെ യേശുവ വാതിൽ എന്ന് ഡിക്ലെയർ ചെയ്തേ. என் இயேசுதான் வாசல். My Jesus is my door. ஓ என் இயேசுவே என் வாசல். ഓ യേശു പറഞ്ഞു, I am the door. ஓ இயேசு சொல்கிறார், நானே வாசல். എന്നിലൂടെ അകത്തു വരുന്നവൻ, ആമേൻ, എൻ വഴിயாக உள்ளே வருகிறவൻ, അവൻ അകത്തു വരികയും അവൻ உள்ளே வருவான், പുറത്തു വരികയും வெளியே போவான், അവൻ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. ആമേൻ, പുതിയதான മേച്ചിലണ്ടയെ കണ്ടடைவான். ആ മേച്ചിൽപ്പുറം എന്ന് പറയുന്നത് அந்த മേച്ചിലண்டை என்று சொல்வது ഈ ലോകത്തിലുള്ള മേച്ചിൽപ്പുറമല്ല. ആമേൻ, இந்த உலகத்தினான ஒரு മേച്ചിലண்டை அல்ல. അതാണ് ഇൻവിസിബിൾ വേൾഡ് എന്ന് പറയുന്നത്. ഓ அதுதான் കാണാததான அதரிசனமான ஒரு தேவராஜ்யம். അതാണ് കിങ്ഡം റിലം എന്ന് ഓ പറയുന്നത്. அதுதான் தேவராஜ்யத்தினுடைய மண்டலம் என்று ആ சொல்வது. മേച്ചിൽപ്പുറത്തിന്റെ പ്രത്യേകത, ഓ அந்த മേച്ചിലണ്ടയുടെ ഒരു വിശേഷ ഗുണം, അത് നാച്ചുറൽ റിലമല്ല. ഓ അത് സാധാരണமான ഒരു മണ്ഡലമല്ല. അതൊരു ഗ്ലോറിയസ് റിലം അത്രേ. ഓ അതൊരു മഹിമയിനുடைய ഓ മണ്ഡലം. ഇന്ന് അത് തിരിച്ചറിയുന്നവർ എന്ന് ഡിക്ലെയർ ഓ ഇன்றைக்கு அதை புரிந்து கொள்கிறவர்கள் ஆவியிலே அறிக்கை பண்ண ஆரம்பிங்க. ക്രിസ്തുവിലേക്ക് പ്രവേശിച്ച ഞാൻ, கிறிஸ்துவுக்குள் பிரவேசித்த நான் പുതിയ മേച്ചിൽപ്പുറത്തിലേക്ക് புது പ്രവേശിച്ചിരിക്കുന്നു. மேய்ச்சலண்டைக்கு பிரவேசித்திருக்கிறேன். ക്രിസ്തുവിൽ പ്രവേശിച്ച ഞാൻ, கிறிஸ்துவுக்குள் பிரவேசித்திருக்கிறேன். പുതിയ റിലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. புதிய ஆவிக்குரிய மண்டலத்துக்குள் பிரவேசித்திருக்கிறேன். ക്രിസ്തുവിൽ പ്രവേശിച്ചിരിക്കുന്ന ഞാൻ, கிறிஸ்துவுக்குள் பிரவேசித்திருக்கிறேன். ഒരു പുതിയ വേൾഡിലേക്ക്, ഒരു മഹത്വത്തിന്റെ അവൻ ലോകത്തിലേക്ക് ഞാൻ എൻ്റർ ആയിരിക്കുക. ஓ ஒரு புது மகிமையினுடைய ஆமென் உலகத்துக்கு நேராக பிரவேசித்திருக்கிறேன். ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിന്റെ സിസ്റ്റത്തെക്കാട്ടിലും ഹയർ സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യുന്നവർ ഇതിനകത്ത് എഴുന്നേൽക്കാൻ പോകുക. அப்படின்னு சொன்னால் இந்த உலகத்தினுடைய சிஸ்டத்தை பார்க்கலும் உன்னதமான ஒரு ஆவிக்குரிய சிஸ்டத்தில் வர்க் பண்றவங்க இதுக்குள்ள இருந்து இந்த பிற்பகல் எழும்புகிறார்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ നിയമം തടസ്സപ്പെടുത്തുന്ന, ഈ ലോകത്തിന്റെ നിയമത്തിന് ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്കും അപ്പുറമായി മൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു ജനറേഷൻ ഇന്ന് പകലിനകത്ത് എഴുന്നേൽക്കാൻ പോകുക. ஓ இந்த உலகத்தினுடைய எல்லா நியமங்களுக்கும் ஒரு எல்லை இருக்கிறது. அந்த எல்லைக்கு அப்பாற்பட்டதை செய்கிறவர்கள் இதுக்குள்ள எழும்புகிறீர்கள். ഓ എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു? எத்தனை பேருக்கு இது புரிகிறது? ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്ത ദൈവമായിരിക്കുന്നത് കൊണ്ട്, என் இயேசுவானவர் நேற்றும் இன்றும் என்றென்றைக்கும் அவர் மாறாத தேவனாய் இருப்பதினாலே, യേശു കാണിച്ചു തന്ന റിലത്തിനകത്തേക്ക് ഇന്ന് പകൽ ആ ക്രിസ്തു എന്ന വാതിലൂടെ ഞാൻ പ്രവേശിക്കുകയാണെന്ന് പറഞ്ഞാട്ടെ. அந்த இயேசுவானவர் காட்டி தந்த அந்த ஆவிக்குரிய மண்டலத்துக்கு நேராக கிறிஸ்து എന്നதான வாசல் வழியாக நான் பிரவேசிக்கிறேன். ഹല്ലേലൂയ. ஹalleluya. ഈ ലോകത്തിന്റെ നിയമം, இந்த உலகத்தினுடையதான எல்லா நியமங்களும் അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. அதுக்கு ஒரு எல்லை இருக்கிறது. ഹല്ലേലൂയ. ஹalleluya. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. அதுக்கு ஒரு லிமிட்டேஷன் இருக்கிறது. നിങ്ങളുടെ കയ്യിൽ അല്പമേ ഉള്ളോ? உங்க கையில கொஞ்சம் தான் இருக்குதா? അതുകൊണ്ട് എന്ത് സംഭവിക്കും? അത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ஆமென். அதனால என்ன செய்ய முடியுமோ அது மட்டும் தான் உங்களால செய்ய முடியும். ആമേൻ. എന്നാൽ നിങ്ങൾ അടുത്തൊരു റിലത്തിലേക്ക് പ്രവേശിച്ചു എന്നൊന്ന് ഡിക്ലെയർ ചെയ്താട്ടെ. ஆனால் நீங்களே வாயினால் அறிக்கை பண்ணுங்க, நான் அடுத்த ஒரு ஆவிக்குரிய மண்டலத்துக்கு பிரவேசித்து விட்டேன். ആമേൻ. അതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് அதனுடைய சிஸ்டம் சொல்றது കയ്യിലുള്ളതിന്റെ അളവനുസരിച്ചല്ല. கையில் இருப்பதனுடைய அளவுக்கு ஏற்றபடியாக அல்ல. ആമേൻ. കയ്യിലുള്ളതിന്റെ അളവനുസരിച്ചല്ല. கையில் இருப்பதனுடைய அளவுக்கு ஏற்றபடியாக அல்ல. ആമേൻ. ആ റിലത്തിനകത്ത് സംഭവിക്കുന്നത്, ஆமென், அந்த ஆவிக்குரிய மண்டலத்தில் நடப்பது ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം, ஓ அவருடைய மகிமையினுடைய ஐஸ்வரியத்துக்கு ஏற்றபடியாகவே. ഓ ഇന്ന് പകൽ ഒരു പ്രൊമോഷനെ ഞാൻ ഡിക്ലെയർ ചെയ്യുക. ஓ இந்த பிற்பகல் ஒரு ப்ரமோஷனை நாங்க அறிக்கை பண்ணுகிறோம். ഒരു ഷിഫ്റ്റിംഗ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. ஒரு ஷிஃப்டிங் இந்த
பிற்பகல் நாங்க டிக்ளேர் ഒരു பண்றோம். ഷിഫ്റ്റിങ്ങിനെ ഡിക്ലെയർ ചെയ്യുക. ஒரு ஷிஃப்டிங் இந்த பிற்பகல் டிக்ளேர் ഇന്ന് பண்ணுகிறோம். പകൽ ഇന്നലെ വരെ നിങ്ങളുടെ പോക്കറ്റിൽ ഉള്ളതിനെ കണ്ടുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിച്ചെങ്കിൽ, ஆமென். நேற்று வரைக்கும் உங்களுடைய பாக்கெட்ல இருக்கிறத பார்த்து நீங்க காரியங்களை தீர்மானித்தது என்று சொன்னா, നിങ്ങളുടെ ചിന്തയ്ക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്തെങ്കിൽ, உங்களுடைய சிந்தனைக்கு ஏற்றபடியான காரியங்களை நீங்க செட் നിങ്ങളുടെ பண்ணீங்கன்னு சொன்னா, കഴിവിനനുസരിച്ച് നിങ്ങൾ സ്റ്റെപ്പ് വെച്ചെങ്കിൽ, உங்களுடைய தகுதிக்கு ஏற்றபடியாக நீங்க ஸ்டெப் வைத்தீர்கள் என்று சொன்னா, ഇന്ന് പകൽ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ പോക്കറ്റിലേക്കല്ല, ஆமென். இந்த பிற்பகல் உங்களுடைய கண்கள் உங்களுடைய பாக்கெட்டுக்கு நேராக அல்ல, നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസിലേക്കല്ല, உங்களுடைய கண்கள் உங்களுடைய பேங்க் பேலன்ஸுக்கு நேராக அல்ல, നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് ഉള്ളതനുസരിച്ചല്ല, ஆமென். உங்களுடைய கண்கள் உங்களுடைய மனதினுடைய கண்களுக்கு ஏற்றபடியாக அல்ல, നിങ്ങളുടെ കണ്ണുകൾ മഹത്വത്തിന്റെ രാജാവിലേക്ക് ശ്രദ്ധിച്ച് നോക്കാൻ പോകുകയാണ്. உங்களுடைய கண்கள் மகிமையினுடைய ராஜாவுக்கு நேராக கவனித்து பார்க்க போகிறீங்க. എന്റെ കണ്ണുകൾ ഉയരത്തിലേക്ക് ഉയരാൻ പോകുകയാണ്. சொல்லுங்க, என்னுடைய கண்கள் ஆமென் மேலே வானத்துக்கு நேராக உயர போகிறது. മഹത്വത്തിന്റെ രാജാവിനെ ശ്രദ്ധിക്കാൻ പോകുകയാണ്. மகிமையினுடைய ராஜாவை உற்று பார்க்க போகிறது. എന്റെ കണ്ണുകൾ മഹത്വത്തിന്റെ രാജാവിനെ ശ്രദ്ധിക്കാൻ പോകുകയാണ്. என்னுடைய கண்கள் மகிமையினுடைய ராஜாவை உற்று பார்க்க போகிறது. ഹല്ലേലൂയ. ஹalleluya. മഹത്വത്തിന്റെ രാജാവിനെ കാണുന്ന എന്റെ കണ്ണുകൾ, மகிமையினுடைய ராஜாவை காண்கிற என்னுடைய கண்கள், മഹത്വത്തിന്റെ ദാനത്തിന് ഒത്തവണ്ണമുള്ള കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ അതുപോലെ സംഭവിക്കാൻ அந்த പോകുകയാണ്. மகிமையினுடைய ஐஸ்வரியத்துக்கு ஏற்றபடியான காரியங்கள் என்னுடைய வாழ்க்கையில் அதுபோல நடக்க போகிறது.